3 hinged parabolic arches springing at different level. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആർച്ചസിന്റെ അനാലിസിസ് ആയിരുന്നു അല്ലെ. ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചസിന്റെ അനാലിസിസ് 3 hinged ആർച്ചസിന്റെ. ഇത് ഡിഫറെന്റ് ലെവലിൽ വരുവാണെങ്കിൽ ഓക്കെ, ഇപ്പൊ 2 ലെവലിലാണ് ഓക്കെ, 2 സപ്പോർട്ടും ഒരേ ലെവലിലല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിൽ വരികയാണെങ്കിൽ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രാക്ടിക്കലി സൈറ്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് എപ്പോഴും സപ്പോർട്ട്സ് ഒരേ ലെവലിൽ തന്നെ കൊടുക്കാൻ പറ്റണമെന്നില്ല, അത് ഡിഫറെന്റ് ലെവലിലാവാം. ഓക്കെ, വൈൽ കൺസ്ട്രക്ടിങ് ആർച്ച് ബ്രിഡ്ജസ് ഇൻ മൗണ്ടേനിയസ് ടെറൈൻ ഇറ്റ് മേ ബി നെസസറി ടു കൺസ്ട്രക്ട് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഹൈ മൗണ്ടൈൻ ആൻഡ് ലോ മൗണ്ടൈൻ. ഓക്കെ, 2 ലെവലിലുള്ള മൗണ്ടൈൻസുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ബ്രിഡ്ജസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ 2 എൻഡിലും വരുന്ന സപ്പോർട്ട്സ് ഒരേ ലെവലിലാവണമെന്നില്ല. ഓക്കെ, ഇൻ സച്ച് കേസസ് ഇറ്റ് വിൽ ബി നെയ്തർ പോസിബിൾ നോർ നെസസറി ടു ലൊക്കേറ്റ് ദ സ്പ്രിംഗിങ്സ് അറ്റ് സെയിം ലെവൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരേ ലെവലിൽ വേണമെന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമില്ല, എന്നാൽ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന ആർച്ചസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ സച്ച് കേസസ് പാരബോളിക് ആർച്ചസ് സ്പ്രിംഗിങ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ആർ യൂസ്ഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ആർച്ചസിന്റെ അനാലിസിസിൽ നമുക്ക് ഡയറക്റ്റ് ഒരു എക്സ്പ്രഷൻ അപ്ലൈ ചെയ്യാം. ദ എക്സ്പ്രഷൻ L1 divided by L2 is equal to root of R1 by R2 can be used for finding L1 and L2. ഓക്കെ, അപ്പൊ എന്താണ് L1, L2, R1, R2 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഓർത്താൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. L1 by L2 is equal to root of R1 by R2. ഓക്കെ, അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കിക്കോ. നമ്മുടെ ആർച്ച് എന്ന് പറയുന്നത് 2 ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ച് എന്ന് പറയുന്നത് ACB ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും 2 ലെവലിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് A ആണ്, ഇത് C ആണ്, ഇത് B ആണ്. കണ്ടോ, ഇവിടെ കണ്ടില്ലേ, A, C ആൻഡ് B 2 ഡിഫറെന്റ് ലെവലിലാണ്. അതായത് ഇവിടെ ഉള്ള ലെവലല്ല ബിയുടെ ലെവൽ. ഓക്കെ, അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ആർച്ചിന്റെ ക്രൗൺ പോയിന്റ് C ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ക്രൗൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ആർച്ച്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് ഇപ്പൊ നമ്മളിപ്പോ കൺസിഡർ ചെയ്തിട്ടുള്ള ഫിഗറിൽ ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് ആ ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് L1. ഓക്കെ, ആ ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള മാക്സിമം റൈസ് ആണ്, ക്രൗൺ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റൈസ് ആണ് R1 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ റൈറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് B ആണ്. ബിയിൽ നിന്ന് ആ ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് L2. ഓക്കെ, ബിയിൽ നിന്ന് ഏറ്റവും ക്രൗൺ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് R2. ഓക്കെ, അപ്പം 2 ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചസിൽ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന ആർച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാക്സിമം റൈസ് വരുന്ന അല്ലെങ്കിൽ ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L1 ഓക്കെ, അതിന്റെ റൈസ് എന്ന് പറയുന്ന R1 ആണ്. റൈറ്റ് സൈഡിൽ നിന്ന് ക്രൗണിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2 വെർട്ടിക്കൽ ഡിസ്റ്റൻസ് R2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് L1, R1, L2, R2 എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ ഉള്ള കേസ് വരുമ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് C വരെയുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിൽ നിന്ന് C വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ L1 എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എഴുതുന്നത്, അതായത് ആ സെയിം സപ്പോർട്ടിൽ നിന്ന് ക്രൗൺ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് R1 എന്ന് എഴുതണം. ഓക്കെ, അതായത് ക്രൗൺ പോയിന്റിലേക്കുള്ള ഒരു സപ്പോർട്ടിൽ നിന്ന് ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L1 ആണ് എഴുതുന്നതെങ്കിൽ ആ സെയിം പോയിന്റിൽ നിന്ന് ക്രൗണിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് R1 എന്ന് എഴുതണം. ഓക്കെ, ഇനിയിപ്പം സപ്പോർട്ടിൽ നിന്ന് ക്രൗണിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2 ആണ് എഴുതുന്നതെങ്കിൽ ആ സെയിം സപ്പോർട്ടിൽ നിന്ന് ക്രൗൺ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് R2 എഴുതണം. അത് മാറിപ്പോരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം 2 ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആർച്ച് ആണെങ്കിൽ അതിന്റെ ഒരു എൻഡിൽ നിന്ന് ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് L1 ആയിട്ടും അനദർ എൻഡിൽ നിന്ന് ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് L2 ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ച് ആണെങ്കിൽ L1 വിൽ ബി ഈക്വൽ ടു L2. അതായത് ഒരേ ലെവലിലാണെങ്കിൽ ഈ ക്രൗൺ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വിൽ ബി സെയിം അല്ലെ. ടോട്ടൽ സ്പാൻ L ആണെങ്കിൽ L/2 ആയിരിക്കും ഈ ഡിസ്റ്റൻസുകൾ വരിക. ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരേ ലെവലിലാണ് സപ്പോർട്ട് ചെയ്തെങ്കിൽ. എന്നാൽ ഡിഫറെന്റ് ലെവലിലാകുമ്പോൾ ഈ 2 ഡിസ്റ്റൻസുകളും ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ഒരു എൻഡിൽ നിന്ന് L1 എഴുതുവാണെങ്കിൽ ആ സെയിം എൻഡിൽ നിന്ന് ക്രൗൺ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് R1 ആയിട്ട് എഴുതണം. ഇനി L2 ആണ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ക്രൗൺ പോയിന്റിലേക്കുള്ള ഒരു സപ്പോർട്ട് എന്ന് എഴുതുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് R2 നമ്മൾ എഴുതാനായിട്ട് വിട്ടുപോകരുത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് L1 L2 R1 R2 എന്താന്നുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആർച്ച് എന്ന് പറയുന്നത് AC B എന്നുള്ളതാണ്. ഈ ആർച്ചിന്റെ സ്പാൻ എന്ന് പറയുന്നത് L ആണ്. കണ്ടോ, A മുതൽ B വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L ആണ്. ദാറ്റ് L വിൽ ബി ഈക്വൽ ടു L1 പ്ലസ് L2 ആയിരിക്കും. ഓക്കെ, L1 പ്ലസ് L2 ആയിരിക്കും. A മുതൽ C വരെ അത് L1 ഉം, ഓക്കെ, A മുതൽ C വരെ L1 ഉം, C മുതൽ B വരെ അത് L2 ആണ്. അപ്പൊ ടോട്ടൽ സ്പാൻ ഓഫ് ദി ആർച്ച് വിൽ ബി ഈക്വൽ ടു L1 പ്ലസ് L2. അപ്പൊ നമുക്ക് L ആയിട്ട് കണക്ട് ചെയ്തിട്ട് L1 L2 ആയിട്ട് കണക്ട് ചെയ്ത് രണ്ട് റിലേഷൻഷിപ്പ് ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. L ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഉം, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു എക്സ്പ്രഷൻ L1 ബൈ L2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 ബൈ R2. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു പോയിന്റും കൂടി അഡീഷണലി കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പൊ A എന്ന് പറയുന്ന പോയിന്റിന്റെ അതേ ലെവലിൽ A ഡാഷ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഓക്കെ, അതേപോലെ B എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ അതേ ലെവലിൽ B ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു പോയിന്റും കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പം AC A ഡാഷ് എന്ന് പറയുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പാരബോളിക് ആർച്ച് ആയി, അല്ലെ? AC A ഡാഷ് എന്ന് പറയുന്നത് രണ്ട് ഒരേ ലെവലാണ്. എയും A ഡാഷിന് സപ്പോർട്ട് വന്നാൽ ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ച്, അതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 2L1 ആയിരിക്കും, അല്ലെ? L1 പ്ലസ് L1 ദാറ്റ് ഈസ് 2L1 ആയിരിക്കും. അതിന്റെ റൈസ് എന്ന് പറയുന്നത് R1 ആയിരിക്കും. ഓക്കെ, R1 റൈസും സ്പാൻ 2L1 ഉം ഉള്ള ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പാരബോളിക് ആർച്ച് ആയിട്ട് നമുക്ക് ഈ AC A ഡാഷിനെ കൺസിഡർ ചെയ്യാം. അതേപോലെ ബിന്റെ അതേ ലെവലിൽ വരുന്ന സപ്പോർട്ട് ഇവിടെ B ഡാഷ് എന്ന് പറഞ്ഞ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ആർച്ചിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബിന്റെ അതേ ലെവലിൽ വരുവാണെങ്കിൽ B മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് L2 ആണെങ്കിൽ C മുതൽ B ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസും L2 തന്നെയായിരിക്കും. അപ്പം ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ച് B ഡാഷ് C B എന്ന് പറയുന്ന ആർച്ച്, അതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 2L2 ആയിരിക്കും. ഓക്കെ, അതിന്റെ റൈസ് എന്ന് പറയുന്നത് R2 ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് റൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ച് ആണെങ്കിൽ റൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് 4RX by L square into L minus X എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് റൈസ് ഏതെങ്കിലും കറസ്പോണ്ടിങ് പോയിന്റിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം A മുതൽ C വരെ ഉള്ള പോയിന്റിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് റൈസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ R എന്ന് പറയുന്ന വാല്യൂ ഈ R1 ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ന് വരുമ്പോൾ AC എന്ന് പറയുന്ന A എന്നുള്ള റൈസ് എന്താണോ അതാണ് ഇവിടെ R ആയിട്ട് കൊടുക്കേണ്ടത്. അതേപോലെ X എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണോ നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് X ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് L എന്ന് പറയുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിന്റെ എക്സ്പ്രഷൻ ആണ് y is equal to 4RX by L square into L minus X എന്നുള്ളത്. അപ്പോൾ ഇവിടെ L കൊടുക്കേണ്ടത് ഇപ്പോൾ AC A ഡാഷ് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ ആണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ L ആയിട്ട് കൊടുക്കേണ്ടത് 2L1 ആയിരിക്കും. ഓക്കെ, ഈ Lന്റെ സ്ഥാനത്ത് 2L1 ഈ കേസ് കൊടുക്കണം. ആൻഡ് L വിൽ ബി 2L1 ആൻഡ് X വിൽ ബി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഹാഫിലുള്ള റൈസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്കുള്ള ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഇതുപോലെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഹാഫിലാണ് റൈസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ സെന്റർ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന്റെ ഡബിൾ ആയിരിക്കും നമ്മൾ L ആയിട്ട് എടുക്കേണ്ടത്. റൈസ് ആ കറസ്പോണ്ടിങ് സപ്പോർട്ടിന് ഉള്ള റൈസ് ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പം B മുതൽ C വരെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു റൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഈ ഒരു പോയിന്റിലുള്ള റൈസ് Y ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ എക്സ്പ്രഷനിൽ R എന്ന് പറയുന്നത് R2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, X എന്ന് പറയുന്ന ഇവിടെ ഈ റൈറ്റ് സപ്പോർട്ടിൽ നിന്ന് ഇതിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ആൻഡ് L എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 2L2 ആയിരിക്കും. ഓക്കെ, ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം B നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, BC പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് B ഡാഷിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ കറസ്പോണ്ടിങ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ Lന് പകരം കൊടുക്കേണ്ടത് എന്തായിരിക്കും? 2L2 ആയിരിക്കും ഈ കേസിൽ. ഇവിടെ മുതൽ ഇതുവരെ L2. അപ്പൊ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 2L2 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ Lന്റെ സ്ഥാനത്ത് 2L2 കൊടുക്കുക, Xന്റെ സ്ഥാനത്ത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കൊടുത്താൽ നമുക്ക് ഇവിടെയുള്ള റൈസ് കിട്ടും. ഓക്കെ, അപ്പം റൈസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനിൽ ഈ ഒരു മാറ്റം ശ്രദ്ധിക്കണം. ഒരേ ലെവലിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുത്തു പോവാം. എന്നാൽ ഇവിടെ രണ്ട് റൈസുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹാഫാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ
ഓക്കെ, ഈ ഒരു ഹാഫ് പോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഹാഫ് വരുവാണെങ്കിലുള്ള ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പാരബോളിക് ആർച്ചിന്റെ കൺസെപ്റ്റ് വെച്ച് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. കാരണം ഈ ഇക്വേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്? ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ്. ഓക്കെ, പാരബോളയുടെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇനി റൈറ്റ് ഹാഫിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ആർച്ചിന്റെ റൈറ്റ് ഹാഫിലാണ് എടുക്കുന്നതെങ്കിൽ ഇതേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സപ്പോർട്ട് അസ്യൂം ചെയ്തിട്ട് ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും L ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതായത് 2L2 ആയിരിക്കും ഈ ഒരു കേസിൽ ഇവിടെ. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ സിമിലർ ആയിട്ട് തീറ്റന്റെ എക്സ്പ്രഷനും. ഓക്കെ, ഇപ്പൊ ഈ ഒരു പോയിന്റിൽ തീറ്റയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ തീറ്റന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം tan ഇൻവേഴ്സ് ഓഫ് 4R/L² into L minus 2x എന്നുള്ളതാണ് എക്സ്പ്രഷൻ അല്ലെ. അപ്പം ഈ ഒരു എക്സ്പ്രഷനിൽ റൈസ് കൊടുക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള തീറ്റയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഒരു പോർഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേപോലെ ഒരു ഹാഫും കൂടി വരുമ്പോൾ എ ഡാഷിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരേ ലെവലിലുള്ള ആർച്ച് പോലെ എടുക്കണം. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് R1 കൊടുക്കുക, എല്ലിന്റെ സ്ഥാനത്ത് 2L1 വരും. ഓക്കെ, തീറ്റ കണ്ടുപിടിക്കും. ഈ ഒരു സ്ഥലത്തെ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെയാണ് ഈ ഒരു പോർഷനിലാണെങ്കിൽ, ഓക്കെ, അതായത് BC എന്ന് പറയുന്ന പോർഷനിലാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിൽ R എന്ന് പറയുന്നത് R2 ആയിരിക്കും കൊടുക്കേണ്ടത്, L എന്ന് പറയുന്നത് 2L2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ നമുക്ക് ഈ ഒരു ഏരിയയിലെ പ്രോബ്ലം വളരെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സെയിം സപ്പോർട്ടിൽ അല്ലെങ്കിൽ സെയിം ലെവലിലുള്ള സപ്പോർട്ട് വരുന്ന ആർച്ചസ് പോലെ തന്നെ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.